Oh shit. Here we go again. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ബയക്. വെൽക്കം ടു ബയക്സം. അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ പോണത് ഏതാ നിനക്ക് സർപ്രൈസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ GTA അല്ല, നമ്മളിന്ന് കുറേ കാലം പുറകിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതിൽ കാറില്ല, ബൈക്കില്ല, എന്താ പറയുക, പുതിയ എന്താ പറയുക, ഡിജിറ്റൽ ലോകമൊന്നുമില്ല. പക്ക പഴയ കാലം, ഒരു വെസ്റ്റേൺ കാലഘട്ടം. ഇപ്പോൾ ആൾക്കാർക്കൊക്കെ എത്തിയ ഏതാണ്? യെസ്, റെഡ് ഡെഡ് ഓൺലൈൻ. യെസ്, റെഡ് ഡെഡ് റിഡംഷൻ്റെ ഓൺലൈൻ ഗെയിമാണ് നമ്മളിന്ന് കളിക്കുന്നത്. സോ ഞാൻ അത് അത്യാവശ്യം കളിച്ചെത്തിച്ചിട്ടുള്ളതൊക്കെയാണ്. എനിക്ക് അത്യാവശ്യം ലെവലൊക്കെ ഇതിലായിട്ടുണ്ട്. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തുള്ള എൻ്റെ പ്ലെയർ. എപ്പടി സൂപ്പർ അല്ലേ? ഓക്കെ, അവിടെ എൻ്റെ ഹോഴ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ള പേര് ബോയ് എന്നാണ്. ഇതാണ് എൻ്റെ ക്യാമ്പ്. ഇവിടെ എൻ്റെ പെറ്റ് ഉണ്ട്, പട്ടിക്കുട്ടി. നമുക്ക് സിംബ എന്നാണ് ഞാൻ പേരിട്ടുള്ളത്. സിംബേനെ നമുക്ക് എന്താ പറയുക, ഒന്ന് വെറുതെ തലോടാം. ഓക്കെ, ദിസ് ഈസ് മൈ പെറ്റ്. ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക എന്താ പറയുക, ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഗ്രാഫിക്സാണ്. കാരണം GTA 5 കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഗെയിമാണ്. പക്ക ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട. പിന്നെ അതുപോലെ തിങ്സ് ടു ഡു, നമുക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും കുറേ സാധനങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ലൈക്ക് കണ്ട, ഇപ്പോൾ ഇതിലിപ്പോൾ പെറ്റ്, അതുപോലെ തന്നെ ഹോഴ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഏറ്റവും മൈന്യൂട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഹെയർമ വരെ ക്രീം തേക്കാം, ലൈക്ക് മനസ്സിലായ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്നും വീഡിയോസിലിടാം. ഓഫ്ലൈനല്ല ഞാൻ പറയണത്, ഓൺലൈനാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ക്യാമ്പ് ആയിരിക്കും കിട്ടുക. വീടുണ്ടാവില്ല, ക്യാമ്പ്. അപ്പോൾ ക്യാമ്പ് നമുക്ക് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ ക്യാമ്പിൽ നമുക്കൊരു ഇതുപോലത്തെ ഒരാളുണ്ടോ, ഹെൽപ്പർ. അപ്പോൾ നമുക്ക് ഫുഡ് വല്ലതും ആയിട്ടുണ്ടോ നോക്കാം. നമുക്കിത് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ വന്നാൽ റെസിപ്പീസ് നോക്കട്ടെ. നമുക്കിത് ഈ റെസിപ്പി കഴിയും, ഹൈ ക്വാളിറ്റി സ്റ്റ്യൂ. ഓക്കെ, എന്നിട്ട് നമുക്കത് സ്റ്റ്യൂ ഇട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ടേക്ക് ഹൈ ക്വാളിറ്റി സ്റ്റ്യൂ. ഓക്കെ, വേണ്ട, ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. നൈസാണ്. നമുക്ക് നടന്നുകൊണ്ട് കഴിക്കാം, ഇരുന്നുകൊണ്ട് കഴിക്കാം. നൈസാണ്. വേണ്ട, ഓരോ സ്പൂണായിട്ട് കഴിക്കാം. അടിപൊളിയാണ് സംഭവം. അതായത് നമുക്ക് ആസ്വദിച്ച് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്, മനസ്സിലായ. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് കളിക്കാൻ പറ്റും ഈ ഗെയിം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ വലിയ സംഭവമൊന്നും കൊണ്ടുവരുന്നില്ല. ഇതാണ് എൻ്റെ ഹോഴ്സിനെ നമുക്ക് പെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫീഡ് ചെയ്യാം. കണ്ട, നമുക്ക് ഫീഡ് ചെയ്യാം. എന്തൊക്കെ കൊടുക്കണേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഫീഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ബ്രഷ് ചെയ്യാം, ലൈക്ക് ക്ലീൻ ചെയ്യാം. കണ്ട, ഹോഴ്സിനെ ക്ലീൻ ആക്കി നമുക്ക് നിർത്താം. GTA പോലെയൊക്കെ തന്നെയാണ് ഈ സെറ്റപ്പുകൾ, ലൈക്ക് കുറച്ചും കൂടി സെറ്റാണെന്ന് മാത്രം, ഡീറ്റെയിലിംഗ് കൂടില്ല. അപ്പോൾ കണ്ട, പിന്നെ ഇതിൽ നമുക്ക് ക്യാരേജ് ചെയ്യുന്നത് കറക്റ്റ്. ഇപ്പോൾ GTAയിലൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ വെപ്പൺസ് നമുക്ക് ക്യാരി ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് കയ്യിൽ എത്ര വെപ്പൺസാണോ വെക്കുന്നത് അതാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഹോഴ്സിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേറെ സ്റ്റോറേജിൽ തോക്കുകൾ എടുത്ത് വയ്ക്കാം, ആവശ്യമുള്ള കൊണ്ടുവന്നാൽ മതി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയിട്ടൊരു ആനിമലിനെ ഹണ്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഫുള്ള് കണ്ട വിൻ്റർ മോഡ്, മഞ്ഞ് വീണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ, ലൈക്ക് ക്രിസ്മസ് ആ ഒരു സമയമായതുകൊണ്ടാണ് ഇവിടെ മഞ്ഞും സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ നോർമലി ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഫുള്ളൊരു ഡെസേർട്ട് വൈബാണ്. ഇപ്പോൾ ഇവിടെ ഡിസംബർ മഞ്ഞിന് സ്റ്റാർട്ട് ആയതുകൊണ്ടാണ് ഇവർ ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. സോ ഇതിലൊരു ഈഗിൾ വിഷൻ പോലത്തെ സാധനം ഉണ്ട്. അവിടെ 2 മാന എന്തോ നിൽക്കുന്നുണ്ട്. ഈഗിൾ വിഷൻ ആക്ച്വലി ഞാൻ സ്വിച്ച് മറന്നു കേട്ടോ. ഈഗിൾ വിഷന് ഏതോ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. എക്സ് ആണോ Z ആണോ V ആണോ, ഏതോ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, ഞാൻ അത് മറന്നു ഗൈസ്. ഈ വി ഞെക്കിയ ക്യാമറ മോഡാണ്. ഓക്കെ, അവന് കണ്ട, പിന്നെ കണ്ട ഇപ്പം നിങ്ങളെന്നൊക്കെ തന്നെ അറിയാം. അതിൽ തണുക്കണ്ട ആൾക്ക്. അതായത് ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഡ്രസ്സല്ല നമ്മൾ ഇട്ടുള്ളത്. നമുക്കത് ഉണ്ടോ നോക്കാം. ഇതാണ് ഹോഴ്സ് മെനു. ഹോഴ്സിൽ നമുക്ക് ഹോഴ്സിന് എടുക്കാം. ഹോഴ്സിൽ അതെ ഹോട്ടിന് വേണ്ടി ഞാൻ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് നോക്കാം. യെസ്, കണ്ട, ഇതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ സിമ്പിളായിട്ട് വേണം. ഇതിപ്പോൾ ഞാൻ കണ്ട ഹോട്ടെന്നുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട്. അത് തണവ് സമയത്ത് ഇടാൻ പറ്റുന്ന ഡ്രസ്സ്, അതൊക്കെ നമുക്ക് കാണിക്കും കേട്ടോ. ഇപ്പോൾ തണവ് കൂടുതലാണെങ്കിൽ ഇതിന് പറ്റിയ ഡ്രസ്സല്ല നിങ്ങൾ ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സ് ഇടാൻ പറയും. സോ ഞാൻ ഇതിന് പറ്റിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഹണ്ട് ചെയ്യാവുന്ന പരിപാടി നോക്കാം. ഇതിൽ ഹണ്ട് എന്ന് പറഞ്ഞാൽ നൈസാണ് കേട്ടോ, നമുക്ക് ആ ശരിക്കും ഫീൽ കിട്ടും. പണ്ടാരെ ഞാൻ ആ ഒരു ഈഗിൾ വിഷൻ പോലത്തെ സാധനം ഞാൻ മറന്നു. അത് കിട്ടി ക്യാപ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ക്യാപ്സ് ലോക്ക്. ട്രാക്ക് ചെയ്യാം. അവിടെ നിൽക്കുന്നുണ്ട് ഇതുപോലെ തിളങ്ങുന്നുണ്ട്. ഹോഴ്സുകളാണ്, കുതിരകളെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് സ്നൈപ്പ് ചെയ്യാം. പോണേട്ടാ, ഇതെന്തോ അമേരിക്കൻ എന്തോ സംഭവമാണ്. അതവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇതിനല്ലെങ്കിലോ ഹെഡ് ഷൂട്ട്. അവിടെ ഒരു മാനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയാൾ ഹെഡ് ചെയ്ത മാന് വൈറ്റ് ടൈൽ ഡീറാണ്. ആൾ തല പൊന്തിക്കുമ്പോൾ നമുക്ക്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കാണുന്നുണ്ട്. ഇത് കണ്ട റെഡ് മാർക്ക് വന്നുണ്ട്. ഇനി ഇയാൾ തല പൊന്തിക്കും, അപ്പോൾ നമുക്ക് അലക്കാൻ തന്നെ കേട്ടോ. യെസ് ഗായ്സ്, നമ്മൾ അലക്കി. നമുക്ക് തോക്കൊക്കെ എടുത്ത് വയ്ക്കാം, കയ്യിൽ പിടിക്കണമെന്നില്ല. വിത്ത് ബട്ടൺ തന്നെ. എവിടെയായിരുന്നല്ലോ, സോറി ഗൈസ്, മാപ്പ് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ മാപ്പ് ഓക്കെ, മാപ്പ് വന്നു. യെസ്, കിട്ടി. മാപ്പ് വരുത്താൻ എന്തായിരുന്നു? കോമ്പസ് എക്സ്പാൻഡ് റെഗുലർ മതി. റെഗുലർ ഇട്ടാൽ മതി. യെസ്, അതേക്ക് എടുക്കണേ. നമ്മളിപ്പോൾ തന്നെ ഹണ്ട് ചെയ്ത് വെച്ച സാധനമാണിത്. ഇനിയിപ്പോൾ നമുക്ക് കുതിരേനെ നൈസിന് ഇവിടെ നിർത്താം. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട്. യെസ്, എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ നമുക്കിതിനെ സ്കിൻ ചെയ്യാം. സ്കിൻ ചെയ്യാം. സൂപ്പർ എന്നാണ്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ശരിക്കും ആ ഹണ്ട് ചെയ്യണ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. കണ്ട, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കിയേ. റോക്സ്റ്റാറിന് ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞ പോലെയാണ്. യെസ്, നമുക്ക് അതിൻ്റെ സ്കിന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്കത് ഹോഴ്സിൻ്റെ ബാക്കിൽ സ്റ്റോർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് ഇതിനെ നമുക്ക് എടുത്തു കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ ക്യാമ്പിൽ കൊണ്ടുപോകാം. പിക്ക് അപ്പ്, നമ്മളിതിനെ പിക്കപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ കമോൺ ഇതിനെ നമുക്ക് നമ്മുടെ ഹോഴ്സിൻ്റെ ബാക്കിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കുഞ്ഞുസായ്മ കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഹോഴ്സിനൊക്കെ നമ്മുടെ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. കേട്ടാ, ഫാസ്റ്റിൽ ഓടിക്കാം കേട്ടോ. എപ്പടി നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ നിർത്താം കുതിരേനെ. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവുണ്ടല്ലോ. കുതിരകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ കുതിരയുടെ ശബ്ദം തന്നെയാണോ കേൾക്കണേ? ഡ്രിഫ്റ്റായി നിൽക്കാൻ പറ്റുമെന്ന് നോട്ടേട്ടാ. അയ്യോ, ഡ്രിഫ്റ്റായി നിന്നില്ല ആള്. സ്പീഡ് ഇത്തിരി കുറവായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എവിടെ കുതിരേനെ എവിടെ കിട്ടണം? ഇവിടെ അല്ലേ? ക്യാമ്പിൻ്റെ അവിടുത്തെ ആൾ ഡ്രിഫ്റ്റായിട്ട് നിൽക്കില്ല. ഇത്തിരി നേരത്തോടെ നിർത്തണമായിരുന്നു. അയ്യോ, അതിന് മുമ്പ് നമുക്ക് ഇത് ആൾക്ക് കൊടുക്കണണ്ടാ. ക്യാമ്പിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു ഏരിയയിലൊക്കെ എത്തുമ്പോൾ കുതിര ഫാസ്റ്റ് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും. ഡ്രിഫ്റ്റിങ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്കത് ഈ ആൾക്ക് നമുക്ക് ചെറിയൊരു ബിസിനസ് പരിപാടി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് റിമൂവ് പിന്നെ ക്രിപ്സ് ട്രേഡിങ് കമ്പനി ഉണ്ട്. നമുക്ക് അതിലേക്ക് ഇതിനെ ഡൊണേറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് ഒക്കെ ലോ ആണ്. ഡൊണേറ്റ് ഒക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്തു. ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇതിനെ ഡൊണേറ്റ് ചെയ്യടാ. വേണ്ട, അപ്പം നിനക്ക് ഇതിനെ ഡൊണേറ്റ് ചെയ്തില്ല. ഇവൻ ഇതിനെടുക്കില്ല. പ്രൊഡക്ട്സ് ഇല്ല, അതിനെടുക്കില്ല. മാനിനെടുക്കില്ല, സ്കിന്ന് മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമുക്ക് ഇതിനെ എന്താ പറയുക, കുക്ക് ചെയ്താലോ? കുക്ക് ചെയ്യാൻ പറ്റുമോ? കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതിനെ നമുക്ക് കളയാം. കുക്കിംഗ് ഇല്ലല്ലോ, ഇല്ല, പിക്കപ്പ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, ഇറച്ചിയൊക്കെ വിൽക്കാൻ ആളെടുത്ത് കൊണ്ടുപോയിട്ട് അതിനെ വിൽക്കാട്ടാ. ചിലതുകൾ നമുക്ക് കൈയോടെ കുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, മെഴുകണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിനാവശ്യമില്ല, അതിന് ഞാൻ കളഞ്ഞു. ഒന്നും തോന്നരുത് ഗൈസ്, ഇത് പഴയ കാലഘട്ടമാണ്. ദരിസനോലോ ഔട്ട്ലോസ് ആണ് മുഴുവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പിള്ളേർ ഇവിടെ എവിടെയോ കണ്ടിരുന്നു. അവരെ നമുക്ക് മെഴുകാം. അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കൊൺസായം ഒപ്പിക്കുക. സ്വാഭാവികം. ഇത് എനിമി ക്യാമ്പാണ്. ആദ്യത്തെ പ്ലേ ഒക്കെ അത്യാവശ്യം മറന്നു. അതിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ കളിക്കുന്നതാണ്. ഇതിൻ്റെ പ്ലേ ഒക്കെ ഞാൻ മറന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കുറേ ടീമുകൾ നിൽക്കുന്നുണ്ട്. അതിനോ എന്തൊക്കെയോ ഇത് പറയുന്നുണ്ട് അവർ. ഇതിൽ നമുക്ക് ഇരിക്കാം കേട്ടോ. GTA ഇരിക്കാൻ പറ്റില്ല, ഇതിൽ നമുക്ക് ഇരിക്കാം. കണ്ട, അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവനെ നമുക്ക് സ്നൈപ്പർ ചലക്കാം. യെസ് പൊട്ടിച്ചു തുടങ്ങി. അടുത്ത ആളെ
അടുത്ത ആളെ വേറത് അടുത്ത ആളെ ഇനി എല്ലാവരുണ്ടോ? അതെ അതെ. അയ്യോ അടുത്ത ആളെ. എല്ലാവരും ചത്താ. നീ ഒരുത്തനോടി ഉണ്ടല്ലോ. ഡാമേജ് കഴിക്കും. ഓക്കെ യെസ് ഒരാളും കൂടി ഉള്ളോ? യെസ്. ഇവിടെ ഇപ്പം എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ പേര് മരിച്ചു വീണു. പിക്കപ്പാ സ്ട്രേഞ്ചർ. ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഗായ്സ്. ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇയാൾ മരിച്ചു. ഒരു കുതിര ഉണ്ടല്ലോ പാവം, ഇതിനെ റിവൈവ് ചെയ്യാം നമുക്ക്. സ്മഗ്ലറാ ഞാൻ റിവൈവ് ആണ് ചെയ്തത് ഗായ്സ്. അപ്പോൾ ഇതിനാ കുതിര മരിച്ച്. ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവരൊക്കെ വേണമെങ്കിൽ ലൂട്ട് ചെയ്യാട്ടാ. അതൊക്കെ ഉണ്ട്. ലൂട്ട് എന്തൊക്കെയോ ടേക്ക് ഉണ്ടല്ലോ. കുക്ക് റെസ്റ്റ് ടേക്ക് ക്യൂ ടേക്ക് എടുക്കടാ. ടേക്ക് എന്തോ കിട്ടിയിട്ട് നമുക്ക്. യെസ് എന്തോ ഇത് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ ഒരു തെങ്ങ് എടുക്കുന്നുണ്ട്. ഇത് മറ്റാളല്ലേ. അവിടെ ഒരു തെങ്ങ് എടുക്കുന്നുണ്ട്. നമ്മളെ കൊല്ലാന്ന് നോക്കിയാൽ അവൻ നിലത്താണോ? അങ്ങോട്ട് പോകാൻ എനിക്ക് വയ്യ. ഇരുട്ടായി തുടങ്ങി. ഇതിലാണെങ്കിൽ പക്കായിരുട്ടുന്ന കണ്ണ് കാണില്ല നമുക്ക്. ഇയാളെ ലൂട്ട് ചെയ്യാം. പിന്നെ അത് അപ്പുറത്ത് ഒരുത്തുണ്ട്. ഇതിപ്പോൾ കാണിച്ചത് കുൻസൈമല്ല എനിമി ക്യാമ്പിൽ പോയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇതൊക്കെ ഓഫ്ലൈനിലും വരുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഇവിടെ ഒരുത്തനോടെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് കുറേ കാലം മുമ്പ് ഇതിൽ ഭയങ്കര ബഗ്ഗുകളായിരുന്നു. അങ്ങനെ ഈ കളി ഞാൻ നിർത്തിയത്. ഇപ്പോൾ ബഗ് അവർ ക്ലിയർ ചെയ്തു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ കുക്ക് ചെയ്യാം. കണ്ടാ, കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. യെസ്, നല്ല അടിപൊളിയാണ്. യെസ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തിട്ടുള്ളത് നോക്കാം. നമുക്ക് കോഫി വേണ്ട. നമുക്ക് ഇതിൽ പ്ലെയിൻ വെനിസൺ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ മാനിൻ്റെ മീറ്റിൻ്റെ വെനിസൺ എന്ന് പറയാം. യെസ്, ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. കണ്ട, അതിൽ ഈറ്റും ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഈറ്റ് ചെയ്യാം. യെസ്, ബാക്ക് കേപ്പ് ലീവ്. എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്? നൈസല്ലേ? ഞാൻ കുറച്ചൊക്കെ മറന്നു ഇതിൽ. ഇപ്പോൾ അറ്റാക്കൊക്കെ വരുമ്പോൾ ഡാമേജിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഹെൽത്ത് കയറ്റാളേ ചെറുതായിട്ട് മറന്നു. സെറ്റാക്കാം. നമുക്ക് ഹോഴ്സിനെ വിളിക്കാം. എച്ചേക്ക് പിടിച്ചാൽ മതി. ഇവിടെ വാടാ, കണ്ട ഹോഴ്സ് വരും. ഓക്കെ, രാത്രിയായപ്പോഴത്തേനും നമുക്ക് ടോർച്ച് വേണമെങ്കിൽ എടുക്കാം. ടോർച്ചിൻ്റെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടാവാൻ ചാൻസ്. യെസ്, ടോർച്ചൊക്കെ ഉണ്ട്. കണ്ട എങ്ങനെ, നൈസല്ലേ? ടോർച്ചൊക്കെ ഉണ്ട്. എന്നൊക്കെ ഞാൻ മറ്റേ ഇത് കാണിച്ചെന്നില്ലല്ലോ, ഡ്രിഫ്റ്റിനെ കാണിച്ചെന്നില്ല. ഡ്രിഫ്റ്റിങ് നോക്കട്ടെ. യെസ് നൈസായില്ലേ? ഓക്കെ, ഇതിപ്പോൾ ഡിസംബർ ആയതുകൊണ്ടാണ് ഫുള്ള് മഞ്ഞ്, അല്ലെങ്കിൽ മഞ്ഞൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെയും അതുപോലെ തന്നെ GTA-യുടെയും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ മിക്സ് വീഡിയോസ് ആയിട്ട് വരാം. ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വരാം. അതുവരെയും ഗായ്സ് ബൈ. ഓൾവേസ് ബി കൈൻഡ്. ഓക്കെ, ഇത് മറക്കരുത്. ബൈ.